ഗുഡ് ഈവനിങ്. നമ്മൾ തുടങ്ങാൻ തോന്നുന്നു അല്ലേ? കേൾക്കണ്ടോ? Okay, so let us start. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഈഫ്, സിമ്പിൾ ഈഫ്, ഈഫ് എൽസ്, അതേപോലെ ഈഫ് എൽസ് ഈഫ്. ഇങ്ങനെ 3 ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ, തൊട്ട് മുമ്പുള്ള ചാപ്റ്ററിൽ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഞാനിവിടെ സിമ്പിൾ ടൈപ്പ് ചെയ്യാം, അതിന്റെ പേരെന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഓരോ സിമ്പിളിനും ഓരോ പേരുണ്ട്. ഓക്കെ, അടുത്തത് ആൻഡ്. 2 ആംപർസാൻഡ് സിമ്പിൾ വരുന്നത് ആൻഡ് ആണ്. ഓക്കെ, രണ്ടാമത്തത് ഈ 2 വെർട്ടിക്കൽ ലൈൻ വരുന്ന പൈപ്പ് സിമ്പിൾ എന്ന് തന്നെ പറയാം, അത് ഓർ ആണ്. മൂന്നാമത്തത് ഈ എക്സ്ക്ലമേഷൻ മാർക്കാണ്, അത് നോട്ട് ആണ്. ഓക്കെ, ലെറ്റ് us see their usage in programs. Okay, their usage in programs. ഇത് എങ്ങനെയാണ് ആ ഒരു പ്രോഗ്രാമിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് us see ആൻഡ് ഓർ. ആൻഡ് ഓറും ആണ് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പോകുന്നത്. നോട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് നല്ലൊരു എക്സാമ്പിൾ കിട്ടില്ല, അപ്പൊ അത് നിൽക്കട്ടെ. നമുക്ക് ആൻഡും ഓറും തൽക്കാലം മതി. ഫോക്കസ് ഏരിയയിൽ ആൻഡും ഓറും ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് അതിന് പറ്റുന്ന ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഞാനിവിടെ കൊണ്ടുവരാം. ഒരു ചെറിയൊരു ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരാം. ഞാൻ 3 തരം ട്രയാങ്കിൾസിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ട്രയാങ്കിൾ എല്ലാവർക്കും അറിയാം, 3 സൈഡിലുള്ള ഒബ്ജക്റ്റ് ആണ് ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് 3 വശങ്ങളാണ് ട്രയാങ്കിളിന് ഉണ്ടാവുക. ആ വശങ്ങളെ നമുക്ക് വേണമെങ്കിൽ എ ബി സി എന്ന് വിളിക്കാം, അതിന്റെ ലെങ്ത്തിനെ. അടുത്ത സൈഡ് 3, അടുത്തത് 5, അടുത്തത് 4, അങ്ങനെയൊക്കെ ട്രയാങ്കിളിന്റെ 3 സൈഡും 3 ലെങ്ത് വരാം, അല്ലെങ്കിൽ 3 സൈഡ് ഒരേ ലെങ്ത് വരാം. Equilateral triangle. Okay, first one is equilateral triangle. രണ്ടാമത്തേത്, അത് ഇക്വിലാറ്ററൽ എന്ന് പറയുമ്പോൾ അതിന്റെ 3 സൈഡും ഈക്വൽ ആണ്. എല്ലാ സൈഡും 3 വശങ്ങളും സെയിം ലെങ്ത് ആണെങ്കിൽ അത് ഇക്വിലാറ്ററൽ ആണ്. രണ്ടാമത്തെ ഐസോസെലസ്. ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇത് രണ്ടും അല്ലെങ്കിൽ, അതായത് സൈഡ്സിന്റെ ലെങ്ത് ഒക്കെ ഡിഫറെന്റ് ആണെങ്കിൽ, ഒരു ട്രയാങ്കിളിന്റെ ആദ്യത്തെ സൈഡിന്റെ ഒന്നാമത്തെ സൈഡിന്റെ ലെങ്ത് 3, രണ്ടാമത്തിന്റെ 4, മൂന്നാമത്തിന്റെ 5, അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിനെ നമുക്ക് സ്കാലൈൻ എന്ന് പറയാം. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡിന്റെ ലെങ്ത് 6 ആണെങ്കിൽ, എല്ലാം 6 ആണ്, അപ്പൊ ഈക്വൽ ആണല്ലോ, സെയിം ലെങ്ത് ആണ്, അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഇക്വിലാറ്ററൽ എന്ന് പറയാം. ഈ രീതിയിൽ ട്രയാങ്കിളിനനുസരിച്ചിട്ട്, ലെങ്ത്തിനനുസരിച്ചിട്ട് അത് ഏത് തരം ട്രയാങ്കിൾ ആണ് എന്ന് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, we are going to develop a program, right? A program to display whether a triangle is equilateral
ഐസോസെലസ് ഓർ ഇതിലേതാണ് ഒരു ട്രയാങ്കിൾ എന്ന് പറയണം. അതിനാണ് നമ്മൾ പ്രോഗ്രാം ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, പ്രോഗ്രാം ഉണ്ടാക്കുന്നതിന്റെ ആദ്യ വശങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. ഇനി അത് വീണ്ടും വീണ്ടും പറയുന്നത് അത്രയും നമ്മൾ പഠിക്കേണ്ടതാണെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. യൂസിങ് നെയിം സ്പേസ് std സെമിക്കോളൻ int മെയിൻ ദെൻ ഒരു ഓപ്പണിംഗ് ബ്രേസ്. ഈ പ്രോഗ്രാമിൽ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യം ഈ ട്രയാങ്കിൾ ഇക്വിലേറ്ററൽ ഐസോസെലസ് ആണോ സ്കാലൈൻ ആണോ തീരുമാനിക്കേണ്ടത്. അതാണ് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്ക് കിട്ടേണ്ട ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ആ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ആണ്. INT A, B, C, the 3 sides of the triangle. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ S1, S2, S3 അങ്ങനെ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. സൈഡ് 1, സൈഡ് 2, സൈഡ് 3. ഓക്കെ, നോർമലി മാത്തമാറ്റിക്സിലൊക്കെ എപ്പോഴും അതിനെ ട്രയാങ്കിൾസിന്റെ സൈഡ്സിനെ ABC എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഇനി ഈ 3 സൈഡ്സിന്റെയും ലെങ്ത് നമുക്ക് വേണം. സോ എൻ്റർ ലെങ്ത് ഓഫ് സൈഡ്സ്. ഇതാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് അല്ലെ, ലെങ്ത് ഓഫ് സൈഡ്സ്. ആ 3 സൈഡിന്റെ ലെങ്ത്തിനെ നമുക്ക് A എന്ന് പറയുന്ന വേരിയബിളിലേക്കും B എന്ന് പറയുന്ന വേരിയബിളിലേക്കും C എന്ന് പറയുന്ന വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യാം. ഈ രൂപത്തിലുള്ള ഇൻപുട്ടുകളൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനെയാണ് ഇൻപുട്ട് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഇൻപുട്ട് കാസ്കേഡിങ്ങും അതുപോലെ തന്നെ ഔട്ട്പുട്ട് കാസ്കേഡിങ്ങും ഒക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അത് എയിലേക്കും, രണ്ടാമത്തത് ബിയിലേക്കും, മൂന്നാമത്തത് സിയിലേക്കും കൊടുക്കും. ഇനിയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ കാതലായ ഭാഗം. നമ്മുടെ പ്രോഗ്രാമിൽ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകേണ്ടി വരും. ഒന്ന് എക്വിലാറ്ററൽ അല്ലെ, ട്രയാങ്കിൾ എക്വിലാറ്ററൽ ആണെങ്കിൽ അത് പറയണമെങ്കിൽ ആ മെസ്സേജ് വേണം. രണ്ടാമത്തത് ഐസോസെലസ്. മൂന്നാമത്തെ മെസ്സേജ് ചെയ്യേണ്ടത് എന്തായിരുന്നു? സ്കാലൈൻ. ഇങ്ങനെ 3 ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രോഗ്രാമിൽ വേണം. ഓക്കെ, ഈ 3 ഏതാണോ വേണ്ടത് അത് മാത്രം ഡിസ്പ്ലേ ചെയ്യാൻ പാടുള്ളൂ. ഇക്വിലാറ്ററൽ ആണെങ്കിൽ അത് മാത്രം, ഐസോസെലസ് ആണെങ്കിൽ അത് മാത്രം, സ്കാലൈൻ ആണെങ്കിൽ അത് മാത്രം. അപ്പൊ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലെ. ഇതിന് നമ്മൾ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പൊ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഈഫ് ആണ്. ഈഫ് ബ്രാക്കറ്റിൽ കണ്ടീഷൻ വേണം. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്ക് അടുത്ത എൽസ് ഈഫ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അല്ലെ, അവിടെ ഒരു കണ്ടീഷൻ വേണം. ഇനി അതും ഫോൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൽസിൽ നമുക്ക് മൂന്നാമത്തെ കാര്യം പറയാം. ആദ്യം ഒരു കണ്ടീഷൻ കൊടുക്കുക, അതിന് ഇക്വിലാറ്ററൽ ആണെങ്കിൽ എക്വിലാറ്ററൽ ആണെന്ന് പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കുക. ആ 2 കണ്ടീഷനും അല്ലാന്നുണ്ടെങ്കിൽ, അതായത് എക്വിലാറ്ററലും അല്ല ഐസോസെലസും അല്ലെങ്കിൽ പിന്നെ ആ ട്രയാങ്കിൾ എന്താണ്, 3 ടൈപ്പല്ലേ ട്രയാങ്കിൾ ഉള്ളൂ, 3 തരത്തിലുള്ളൂ. അപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ അത് തീർച്ചയായിട്ടും സ്കാലൈൻ ആണ്. ഇനി എന്റെ ചോദ്യം ഇതാണ്, എക്വിലാറ്ററൽ ആവാൻ എന്താണ് കണ്ടീഷൻ? എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്? എക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? 3 സൈഡ്സ് ഈക്വൽ അല്ലെ, 3 സൈഡും ഈക്വൽ ആവണം. 3 സൈഡും ഈക്വൽ ആവണം. അതായത് A, B, C അതിന്റെ 3ന്റെയും വാല്യൂ സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇക്വിലാറ്ററൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇനി ഐഡിയ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാവുന്നതാണ്. A സമം B ആണോന്ന് എങ്ങനെ നോക്കുക, അത് പറയൂ. ആരൊന്നും മിണ്ടുന്നില്ലേ? A സമം B ആണെന്ന് എങ്ങനെ നോക്കുക?
ആൻസറോടൊന്നും കാണുന്നില്ല, എന്ത് പറ്റി? എ ഇസ് ഈക്വൽ ടു ബി ആണെന്ന് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ എക്സ്പ്രസ് ചെയ്യാം? എ ഈക്വൽ ടു ബി, ഞാനിവിടെ കമന്റ് ഇട്ടിട്ടുണ്ട് അല്ലെ? എ സമം ബി ആവണമെങ്കിൽ എ ഈക്വൽ ടു ബി, എ ഈക്വൽ ടു ബി മാത്രമായാൽ മതിയോ? ഒരു ട്രയാങ്കിള് ഇക്വിലാറ്ററൽ ആവണമെങ്കിൽ എ ഇസ് ഈക്വൽ ടു ബി ആയിരിക്കണം. അതുപോലെ 3 സൈഡ് ഈക്വൽ ആവണ്ടേ? എ സമം ബി ആവണം, എ സമം സി ആവണം, ബി സമം സി ആവണം. 3 സൈഡാണ് ട്രയാങ്കിളിനുള്ളത്, എയും ബിയും സിയും. എ ഈക്വൽ ടു ബി ആവണം, അതേസമയം ബി ഈക്വൽ ടു സി ആവണം, അതേസമയം എ ഈക്വൽ ടു സി ആവണം. ലെറ്റ് us see how to express it. അപ്പോൾ ഇവിടെ 3 കണ്ടീഷനാണ്. ഒന്ന് എ ഈക്വൽ ടു ബി, 2 എ ഈക്വൽ ടു സി, 3 ബി ഈക്വൽ ടു സി. ഈ 3 കണ്ടീഷനും ആണെങ്കിൽ മാത്രമേ ഇക്വിലാറ്ററൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ കണ്ടീഷൻ വരുമ്പോൾ അതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരെണ്ണമാണ് ആൻഡ്. ആൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ 3 കണ്ടീഷനും ഓക്കെ ആവണം. അതായത് എ ഈക്വൽ എന്നുള്ളത് ഓക്കെ ആയിരിക്കണം, എ ഈക്വൽ ടു സി എന്നുള്ളത് റെഡി ആവണം, ട്രൂ ആവണം, ബി ഈക്വൽ സി എന്നുള്ളത് മതി. എ ഈക്വൽ ടു ബിയും എ ഈക്വൽ ടു സിയും ആണെങ്കിൽ ഡെഫിനറ്റ് ബി ഈക്വൽ ടു സി ആണ്. അതിന് വേറെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ചെക്ക് ചെയ്ത് തെറ്റൊന്നുമില്ല, വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും എ ഈക്വൽ ടു ബി ആൻഡ് എ ഈക്വൽ ടു സി എന്ന് മാത്രം ഉണ്ടായാലും ഈ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇക്വിലാറ്ററലിന്റെ കണ്ടീഷനാണ് ഈ പറഞ്ഞത്. എയും ബിയും സമമാവണം, ആൻഡ് എയും സിയും സമമാവണം, ആൻഡ് ബിയും സിയും സമമാവണം. ഇനി എന്താണ് ഐസോസെലസിന്റെ കണ്ടീഷൻ? എന്താ ഐസോസെലസ്? എന്താ? 3 സൈഡ് ഈക്വൽ ആവാൻ പാടില്ല. 3 സൈഡ് ഈക്വൽ ആയാലും അത് ഇക്വിലാറ്ററൽ ആണല്ലോ. ഐസോസെലസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും 2 സൈഡുകൾ ഈക്വൽ ആവുക, ഏതെങ്കിലും 2 സൈഡുകൾ, ഇനി 2 സൈഡ്സ്. അപ്പൊ ഏതെങ്കിലും 2 സൈഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എ ഈക്വൽ ടു ബി ആയാൽ അത് ഐസോസെലസ് ആണ്, ബി ഈക്വൽ ടു സി ആയാൽ അത് ഐസോസെലസ് ആണ്, എ ഈക്വൽ ടു സി ആയാലും അത് ഐസോസെലസ് ആണ്. ഐസോസെലസ് ആവണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ആയാൽ മതി. ഒന്നുകിൽ എ ഈക്വൽ ടു ബി ആയാൽ മതി, അല്ലെങ്കിൽ ബി ഈക്വൽ ടു സി ആയാൽ മതി, അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു സി ആയാൽ മതി. ആ അല്ലെങ്കിൽ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ് നമ്മൾ ഓർ പറയുന്ന ടേം കൊണ്ട് ചെയ്യുക. എ ഈക്വൽ ടു ബി ഓർ ആരോ കമ്പ്യൂട്ടർ A equal to B or B equal to C or A equal to C isosceles. ഇക്വിലാറ്ററലും അല്ല ഐസോസെലസ്, പിന്നെ ആംഗിള് സ്കാലയിലാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ ഒന്ന് നമ്മുടെ ജിയിൽ കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം. ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തു, നേരെ ഒരു പുതിയ ഫയൽ തുടങ്ങി അവിടെ പേസ്റ്റ് ചെയ്തു. നീ കാണാൻ വേണ്ടി അതിന് ഇത്ര വലുതാക്കണം നമ്മൾ അവിടെ ഉണ്ടാക്കിയ അതേ പ്രോഗ്രാം കൊണ്ട് കൊടുത്തു. ഇതിന് കളറൊന്നും കാണാനില്ല, കാരണം സേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സേവ് ചെയ്യുക, ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ എടുത്തു കൊടുക്കാം. ഓക്കെ, എനി നെയിം യു ക്യാൻ ഗീവ് എനി നെയിം. ഇവിടെ ഞാൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന പേര് കൊടുക്കണം. ട്രയാങ്കിൾ ഡോട്ട് CPP, അത് മറക്കാൻ പാടില്ല, ഡോട്ട് CPP കൊടുക്കണം. അപ്പൊ പ്രോഗ്രാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ കമ്പയൽ ചെയ്ത് നോക്കാം. എറേഴ്സ് ഒന്നുമില്ല. ബിൽഡ് ചെയ്ത് നോക്കാം, എറേഴ്സ് ഒന്നുമില്ല. ഇനി എക്സിക്യൂട്ട് ചെയ്യാണ്. നമുക്ക് ട്രയാങ്കിളിന്റെ വാല്യൂസ് കൊടുത്തു നോക്കാം. ഓൾ സൈഡ്സ് ഈക്വൽ കൊടുത്തു നോക്കാം. 6 6 6 3 ഇൻപുട്ട് അല്ലേ? അപ്പൊ അത് ഓരോന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് അടുത്ത് ഇങ്ങനെ കൊടുക്കണം. 6 3 ഇൻപുട്ടും ഇക്വിലാറ്ററൽ. ഓക്കെ, ഇൻപുട്ട് ഇടുമ്പോ കാസ്കേഡിങ് നമുക്ക് വേണമെങ്കിൽ ഇൻപുട്ട് ഇങ്ങനെ കൊടുക്കാം. കാസ്കേഡിങ്ങിൽ ഉള്ള കേസിൽ ഇൻപുട്ട് നമുക്ക് ഈ രൂപത്തിൽ കൊടുക്കാം. അതായത് 6 ഒരു സ്പേസ് 6 ഒരു സ്പേസ് 6, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, 6 സ്പേസ് 6 സ്പേസ് ഇൻപുട്ട് എയിലേക്ക്, രണ്ടാമത്തത് ബിയിലേക്ക്, മൂന്നാമത്തത് സിയിലേക്ക്, ഇക്വിലാറ്ററൽ. ഇനി നമുക്കൊരു എല്ലാ കേസും ഉണ്ടോ നോക്കണമല്ലോ. ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ഒരു കേസ് നോക്കാം. 5 4 5. ഇവിടെ 2 സൈഡ് ഈക്വൽ ആണ്, ഒരെണ്ണം ഡിഫറെന്റ് ആണ്, ഐസോസെലസ്. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. 3 സൈഡും ഡിഫറെന്റ് ആയാലും എങ്ങനെ ഇരിക്കും നോക്കാം. 3 സൈഡും ഡിഫറെന്റ് ആണ്, വാല്യൂ കൊടുക്കാം. 3 4 5. ട്രയാങ്കിളുടെ ഒരു സൈഡ് 3 ആണ് ലെങ്ത്, രണ്ടാമത്തെ സൈഡ് 4 ആണ്, മൂന്നാമത്തെ സൈഡ് 5 ആണ് എങ്കിൽ അതൊരു സ്കലൈൻ ആണ്. ഓക്കെ, ഇപ്പൊ ട്രയാങ്കിള്
ഏത് തരത്തിലാണോ തീരുമാനിക്കാൻ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പ്രോഗ്രാം എക്സാമ്പിൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഓർ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓർ, ആൻഡും ഓറും നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, നൗ ലെറ്റ് us see the next one. നമുക്കിനി അടുത്ത പ്രോഗ്രാം അത്രയും മതി. ഞാൻ ഇനി അടുത്തൊരു സിറ്റുവേഷനിലേക്ക് പോവാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ ഓപ്പറേറ്ററിന്റെ സിമ്പിൾ ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടീഷണൽ ഓപ്പറേറ്റർ ഒരേ ഒരു ടെർണറി ഓപ്പറേറ്റർ ആണ് C++ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് പഠിച്ചാണ്. അതിന്റെ പിന്നെ ആ സിമ്പിൾ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമായിരിക്കെങ്കിലും, ഇതിന്റെ സിമ്പിൾ ഇപ്പൊ ഓപ്പറേറ്റർ പ്ലസ് ആണെങ്കിൽ അല്ലെ, പ്ലസ് ആണെങ്കിൽ അതിന് പ്ലസ് എന്നുള്ള സിമ്പിൾ ഉണ്ട്, പ്ലസ് എന്നുള്ള സിമ്പിൾ ഉണ്ട്. മൈനസ് ആണെങ്കിൽ മൈനസ് എന്നുള്ള സിമ്പിൾ ഉണ്ട്. ഓക്കെ, അത് അങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ ഉണ്ട്. പ്ലസ് മൈനസും ഒക്കെ സിമ്പിൾ ഉണ്ട്. നമുക്ക് ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ സിമ്പിൾ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അതിനിട്ടിരിക്കുന്നത് പ്ലസ് ഈക്വൽ ടു മൈനസ് ഈക്വൽ ടു എന്നൊക്കെയാണ്. അത് അരിതമെറ്റിക് അസൈൻമെന്റ് ആണ്, അതല്ല കേട്ടോ. ലുമിന കമന്റ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ. അപ്പൊ എല്ലാവരും ഈ പഴയതൊക്കെ പഠിച്ച് ഇരിക്കാൻ നന്നായിട്ട് കിട്ടും, എന്നാലേ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുള്ളൂ. ഇത് ഈ ആൾ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പ്രൊഫൈൽ നെയിം കറക്റ്റ് അല്ല. എന്തായാലും ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുന്നത്, ക്വസ്റ്റ്യൻ മാർക്ക് പോരാ, ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ ആണ് ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ, അതാണ് നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ കോളൻ. ഇത് വൺ വേർഡ് ഒക്കെ ചോദിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഈ ഒരു സംഭവം 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയാണ്. ലെറ്റ് us see കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്? അത് വളരെ എളുപ്പമാണ്. ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ ആദ്യം. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇഫിന്റെ കൂടെ ഉപയോഗിക്കുന്ന സാധനം തന്നെ, എ ഗ്രേറ്റർ ദാൻ ബി, എ ലെസ് ദാൻ ബി, സി നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലത്തെ എ ഈക്വൽ ടു ബി ആൻഡ് എ ഈക്വൽ ടു സി ആൻഡ് ബി ഈക്വൽ ടു സി, ഇങ്ങനെയുള്ള സാധനത്തിനാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു കണ്ടീഷൻ കൊടുക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് സ്റ്റേറ്റ്മെന്റ് 1 കോളൻ സ്റ്റേറ്റ്മെന്റ് 2. രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് 1 ഇവിടെ, സ്റ്റേറ്റ്മെന്റ് 2 ഇവിടെ. ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു, ട്രൂ ആവുകയാണെങ്കിൽ ആദ്യത്തേതും, ഫോൾസ് ആവുകയാണെങ്കിൽ രണ്ടാമത്തേതും എക്സിക്യൂട്ട് ചെയ്യും. ഒരു ഉദാഹരണത്തിന് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. num% 2 ഈക്വൽ ടു 0. നം എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ അത് 0 ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, ഞാൻ ഒരു കമാൻഡ് കൊടുക്കുകയാണ്, സി ഔട്ട് ഡബിൾ ലെസ് ദാൻ ഈവൺ നമ്പർ ഈവൺ ആണ്, കോളൻ സി ഔട്ട് ഡബിൾ ലെസ് ദാൻ ഓഡ് നമ്പർ. ഇവിടെ രണ്ട് കമാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കമാൻഡുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സി ഔട്ട് ഡബിൾ ലെസ് ദാൻ ഈവൺ നമ്പർ ആണ് നമ്മുടെ ഒരു കമാൻഡ്. രണ്ടാമത്തെ കമാൻഡ് സി ഔട്ട് ഡബിൾ ലെസ് ദാൻ ഓഡ് നമ്പർ ആണ്. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമാണ് സിസ്റ്റം തിരഞ്ഞെടുത്ത് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണമാണ് സിസ്റ്റം തിരഞ്ഞെടുത്ത് എക്സിക്യൂട്ട് ചെയ്യുക. അത് ഏതായിരിക്കും? ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ, അതായത് നം എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം 0 ആവുകയാണെങ്കിൽ, ഇരട്ടസംഖ്യകൾക്ക് 0 ആവുള്ളൂ, 0 ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യും. 0 അല്ല എങ്കിൽ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചെയ്തത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഈ പ്രോഗ്രാം അതുപോലെ ചെയ്തിരുന്നു. ഈ num%2 ഈക്വൽ ടു 0, സി ഔട്ട് ഡബിൾ ലെസ് ദാൻ ഈവൺ നമ്പർ, else സി ഔട്ട് ഡബിൾ ലെസ് ദാൻ ഓഡ് നമ്പർ. അപ്പൊ നമ്മളിപ്പോ തൊട്ട് മുകളിൽ കാണുന്ന ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന് പകരം ഉപയോഗിക്കാവുന്ന ഈഫ് ആണിത്. അത് ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. ഞാനിത് വാട്സപ്പിൽ ഇടുമ്പോൾ ആ ഒരു സെഷൻ നമുക്ക് ബോൾഡ് ആക്കിയിട്ടിടാം. ഓക്കെ, ആ ഒരു സെഷൻ നമുക്ക് ബോൾഡ് ആക്കിയിട്ടിടാം, കാരണം പെട്ടെന്ന് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ബോൾഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സ്റ്റാർ ഇട്ട് വെക്കുന്നത്. നിങ്ങളിപ്പോ നോട്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റാർ ഇടണ്ട. റൈറ്റ്, ഇത് നേരെ വാട്സപ്പ് കോപ്പി പേസ്റ്റ് ചെയ്തിരുമ്പോൾ അത് ബോൾഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്ഥിരമായിട്ട് പഠിച്ചു വെക്കണം. ഈഫിന് പകരം നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കാം, കണ്ടീഷണൽ ഓപ്പറേറ്ററിന് പകരം ഈഫ് ഉപയോഗിക്കാം. അത് പലപ്പോഴും പല രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മുന്നൊരു വർഷം ചോദിച്ചിരിക്കുന്നത് ഇതേപോലെ ഈഫ് എന്നിട്ട് പറഞ്ഞു ഇതിനെ നിങ്ങൾക്ക് പരിചയമുള്ള വേറെ രീതിയിൽ മാറ്റി എഴുതാം, നിങ്ങൾക്ക് പരിചയമുള്ള വേറെ രീതിയിൽ മാറ്റി എഴുതാം, അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിച്ചെടുക്കണം ഇതിന് പകരം എന്ത്.
ഇതിന് പകരം കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. എന്നിട്ട് നമ്മൾ ആ കണ്ടീഷണൽ ഓപ്പറേറ്ററിലേക്ക് അത് മാറ്റി എഴുതേണ്ടി വരും. ഓക്കെ, പണ്ടൊക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ചിലപ്പോൾ പിന്നെ സിമ്പിൾ ആയിട്ട് ചോദിക്കാന്ന് പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെ ചോദിച്ചോളണമെന്നില്ല. പകരം കുറച്ചും കൂടി എളുപ്പത്തിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് മാറ്റി എഴുതാന്ന് തന്നെ നേരിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളുടെ നോട്ടിൽ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 മാർക്കിനാണ് ചോദിക്കുക. വളരെ സിമ്പിൾ ആണ്, സംഗതി വളരെ സിമ്പിൾ ആണ്. 2 മാർക്കിനാണ് ചോദിക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. ചിലപ്പോൾ ഈഫ് തരും, എന്നിട്ട് പകരം നമുക്ക് അതിന്റെ ഇത് എഴുതാൻ വേണ്ടി പറയും. ഈഫ് തന്നിട്ട് പകരം കണ്ടീഷണൽ ഓപ്പറേറ്റർ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് വരും. ഓക്കെ, 2 രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, അതിനകത്ത് സംശയങ്ങൾ ഏതാണ്ട് ചോദിക്കണം കേട്ടോ. കണ്ടീഷണൽ ഓപ്പറേറ്റർ നമുക്ക് ചെയ്ത് നോക്കാം. ആ പ്രോഗ്രാമിന് നമുക്കൊന്ന് ഇതിൽ കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ജീനിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. പ്രോഗ്രാം ആക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ ഇതിന്റെ കോപ്പി തീർക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ കോപ്പി തീർക്കുകയാണ്. ആ സ്റ്റാർ പാടില്ല കേട്ടോ. സ്റ്റാർ നമ്മൾ വാട്സപ്പിലേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അത് നമ്മൾ ജീനിൽ വരാൻ പാടില്ല. ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ മാറ്റം വരുത്തുകയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ മാറ്റം വരുത്തതിൽ ഇതൊക്കെ കളഞ്ഞിട്ട് റിട്ടേൺസ് ഇവിടെ ഉണ്ടായിക്കോട്ടെ. ഈ പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കണം. ആ വേരിയബിളിലേക്ക് ഒരു ഇൻപുട്ട് ചെയ്യണം അല്ലെ, നല്ല നമുക്ക് ഈവൻ ആണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. സി ഇൻ ഡബിൾ ഗ്രേറ്റർ ദാൻ നം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഈവൻ നമ്പറിന്റെ ഓഡ് നമ്പറിന്റെയും പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നതാണ് എന്റെ ഓർമ്മ. ഇല്ലെങ്കിൽ പ്രത്യേകം പറഞ്ഞട്ടോ. ഇല്ലെങ്കിൽ അത് ആ രീതിയിലുള്ള പ്രോഗ്രാം ഒന്ന് കാണിക്കാൻ വലിയ പണിയൊന്നുമില്ല. ആ ഈഫിന്റെ എടുത്തിട്ട് മാറ്റിയിട്ടാൽ മതി. കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. റൈറ്റ്, അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ സേവ് ചെയ്യുക, കമ്പൈൽ ചെയ്യുക, ബിൽഡ് ചെയ്യുക, ശേഷം എക്സിക്യൂട്ട് ചെയ്യുക. ഈ പ്രോഗ്രാം ഒരു നമ്പർ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാമാണ്. ഞാൻ 5 എന്നുള്ള ഇൻപുട്ട് കൊടുത്തു, ഓഡ് നമ്പർ എന്നുള്ള റിസൾട്ട് വന്നു. ഇനി അടുത്ത കേസ് നോക്കാം. നമുക്ക് 20 നമ്പർ കൊടുത്തു, ഈവൺ നമ്പർ എന്ന റിസൾട്ട് വന്നു. കാണുന്നുണ്ടല്ലോ, ഈവൺ നമ്പർ എന്ന റിസൾട്ട് വന്നു. അപ്പൊ നമുക്ക് ഈഫിന് പകരം നമുക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഇനി ഇതിന് പകരം ഈഫ് ആണ് ചെയ്യുന്നതെങ്കിൽ ഞാനിതിന് കമന്റ് ആക്കി ഇടുകയാണ് കേട്ടോ. അത് കളയാതെ കമന്റ് ആക്കി ഇടുക. കഴിഞ്ഞ ദിവസം നമ്മൾ കമന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈഫ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഈഫ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കോളം വേണ്ട, അതിന് നേരെ പിടിച്ച് താഴത്തേക്ക് കൊണ്ടുവരാം. ദെൻ ഇവിടെ കോളം വേണ്ട, കോളം പകരം ഒരു സെമിക്കോളം കൊടുത്തിട്ട് അടുത്ത വരിയിൽ എൽസിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അത് കൊടുക്കുക. ഇതിപ്പോ ഈ പിന്നെ ഇതിന് പകരം ഈഫിന് പകരം കണ്ടീഷണൽ ഓപ്പറേറ്ററിന് പകരം നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈഫാണ്. വീണ്ടും സേവ് ചെയ്യുന്നു, കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്പർ കൊടുത്തു നോക്കാം. 7 ഓഡ് നമ്പർ എന്ന റിസൾട്ട് വന്നു. വീണ്ടും എക്സിക്യൂട്ട് ചെയ്തേക്കാം. 10 ഈവൺ നമ്പർ എന്ന് റിസൾട്ട് വന്നു. ഓക്കെ, ഈവൺ നമ്പർ എന്ന റിസൾട്ട് വന്നു. ഈ ഒരു പ്രോഗ്രാം നമുക്ക് നമ്മുടെ നോട്ടിൽ ഉൾപ്പെടുത്താം. ഇത് ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് പകരം ഇതാണ് ഉപയോഗിക്കുക. ഓക്കെ, ഈ 2 രീതിയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഈ രൂപം. ഓക്കെ, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. രണ്ടും കൂടിയുള്ള പ്രോഗ്രാം ഞാനിവിടെ നോട്ടിന്റെ ഭാഗമായിട്ട് ചേർത്തിടാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത കമാൻഡിലേക്ക് മൂവ് ചെയ്യാം. ഇല്ല സാർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. അടുത്ത കമാൻഡ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ഇതുവരെ കണ്ടത് ഈഫ്, സിമ്പിൾ ഈഫ്, ഈഫ് എൽസ്, ഈഫ് എൽസ്, ഈഫ് ലാഡർ, ഇങ്ങനെ 3 കമാൻഡുകളാണ്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡാണ് സ്വിച്ച് കമാൻഡ്. SWITCH, സ്വിച്ച് കമാൻഡ്. ഓക്കെ, സ്വിച്ച് കമാൻഡിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. ഇടക്കൊക്കെ പരീക്ഷയ്ക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് ഡാഷ് ഈസ് ദ കണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ C++. സ്വിച്ച് ഈസ് കോൾഡ് ദ കണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ചിനെ പറയുന്ന പേരാണ് കണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്വിച്ച് ഈസ് കോൾഡ് കണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് എക്സിക്യൂട്ട്സ് some commands based on against different values, different given values, against different given values. നമ്മൾ ഓരോ വാല്യൂ പറയാം, ആ വാല്യൂ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയാം. ഒരു വേരിയബിളിന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, 2 ആണെങ്കിൽ എന്ത് ചെയ്യണം, 3 ആണെങ്കിൽ എന്ത് ചെയ്യണം. ഇവിടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഒന്നുമില്ല. ലെസ് ദാൻ ഇല്ല, ഗ്രേറ്റർ ദാൻ ഇല്ല, ലെസ് ദാൻ ഈക്വൽ ടു ഇല്ല, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇല്ല, ആൻഡ് ഇല്ല, ഓർ ഇല്ല, അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചുള്ള ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. ഇവിടെ ഒരു വേരിയബിൾ പറയണം, ഒരു കോമൺ വേരിയബിൾ. ദർ ഷുഡ് ബി എ കോമൺ വേരിയബിൾ. ഒരു കോമൺ വേരിയബിൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ദർ ഷുഡ് ബി എ കോമൺ വേരിയബിൾ. ആ വേരിയബിളിന്റെ ഡിഫറെന്റ് വാല്യൂസിനനുസരിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഏതെന്നൊരു വേരിയബിൾ പറയാം. ആ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇന്ന കാര്യം ചെയ്യാം, 2 ആണെങ്കിൽ ഇന്നത് ചെയ്യാം, 3 ആണെങ്കിൽ ഇന്നത് ചെയ്യാം, 4 ആണെങ്കിൽ ഇന്നത് ചെയ്യാം. അങ്ങനെ നമുക്ക് ഓരോ ഡിഫറെന്റ് വാല്യൂസ് പറയാം, ആ വാല്യൂസിന് ഓരോ ആക്ഷനും പറയാം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് സ്വിച്ച് കമാൻഡ്. ഇതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. സ്വിച്ച് ബ്രാക്കറ്റിൽ നമുക്ക് വേണ്ട കോമൺ വേരിയബിളിന്റെ പേര് പറയാം. ഏത് വേരിയബിളിന്റെ വാല്യൂ ആണോ നിങ്ങൾ പരിശോധിക്കാൻ പോകുന്നത്, ആ വേരിയബിളിന്റെ വാല്യൂ പറയാം. ഒരു ഓപ്പണിംഗ് ബ്രേസ് ഇടുക, ഒരു ക്ലോസിംഗ് ബ്രേസ് ഇടുക. ഇതിനുള്ളിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെ ഡിഫറെന്റ് വാല്യൂസ് പറയാൻ നോക്കാം. ഓരോ വാല്യൂ പറയാൻ നമുക്ക് ഇങ്ങനെ കമാൻഡ് ഉപയോഗിക്കാം. കേസ് വാല്യൂ 1 കോളൻ, കേസ് വാല്യൂ 2 കോളൻ, കേസ് വാല്യൂ 3 കോളൻ. എത്ര വാല്യൂ വേണമെങ്കിൽ പറയാം കേട്ടോ. കേസ് വാല്യൂ 3 കോളൻ, കേസ് വാല്യൂ 4 കോളൻ. ഇങ്ങനെ എത്ര വാല്യൂ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓരോ വാല്യൂ ആവുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് താഴത്ത് പറയാം. ഈ വാല്യൂ 1 ആകുമ്പോൾ എന്ത് ചെയ്യണം അതിന്റെ താഴത്ത് പറയാം, വാല്യൂ 2 ആകുമ്പോൾ എന്ത് ചെയ്യണം അതിന്റെ താഴത്ത് പറയാം. അങ്ങനെ ഇനി ഡിഫോൾട്ട് എന്നൊരു കേസ് ഉണ്ട്. ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ പറഞ്ഞ വാല്യൂ ഒന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് നമുക്ക് ഡിഫോൾട്ടിന് താഴത്ത് പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താണോ പറയുന്നത്, ആ പറയുന്ന കാര്യം ഈ വേരിയബിളിന്റെ വാല്യൂ 1 ആവുമ്പോൾ ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താണോ പറയുന്നത്, ആ പറയുന്ന കാര്യം ഈ വേരിയബിളിന്റെ വാല്യൂ 2 ആവുമ്പോൾ ചെയ്യും. ഇവിടെ പറയുന്നത് ആ വേരിയബിളിന്റെ വാല്യൂ 3 ആവുമ്പോൾ ചെയ്യും. ഇവിടെ പറയുന്നത് ആ വേരിയബിളിന്റെ വാല്യൂ 4 ആവുമ്പോൾ ചെയ്യും. ഇവിടെ പറയുന്നത് 4 എന്നല്ല, 4ാമത്തെ വാല്യൂ ആകുമ്പോൾ ഇവിടെ പറയുന്ന വാല്യൂ എന്താണോ അതാവും. ഈ വേരിയബിളിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ ആവുന്ന സമയത്ത് ഈ കാര്യം ചെയ്യും. ഓക്കെ, ഇനി ഈ വേരിയബിൾ ഇവിടെ പറഞ്ഞ വാല്യൂ ആണെങ്കിൽ, ഈ വാല്യൂ 2 എന്ന് പറഞ്ഞ വാല്യൂ ആണെങ്കിൽ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ചെയ്തിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യും. റൈറ്റ്. ഇനി അതേപോലെ ഇവിടെ കൊടുത്ത വേരിയബിളിന്റെ വാല്യൂ ഇതാണെങ്കിൽ, വാല്യൂ 3 ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. വാല്യൂ 4 ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. ഈ വാല്യൂ 1ഉം 2ഉം 3ഉം 4ഉം അല്ല എങ്കിൽ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. ഓക്കെ, ഇത്തരം ഒരു കമാൻഡിനെ വിളിക്കുന്ന പേരാണ് സ്വിച്ച് കമാൻഡ്. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ ഹിയർ. നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. സ്വിച്ച് WITCH, സ്വിച്ച് D. D എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ആണ് നോക്കാൻ പോണേ. കേസ് 1 കോളൻ 1 ആണെങ്കിൽ സി ഔട്ട് ഡബിൾ ലെസ് ദാൻ സൺഡേ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന ഈഫ് വെച്ചിട്ട് ഹോംവർക്ക് തന്നിരുന്നു നമുക്ക് അല്ലേ. എത്ര ആൾ ഹോംവർക്ക് ചെയ്തു? കുറച്ചുപേരൊക്കെ ചെയ്തിട്ട് എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സി മാർക്കൊക്കെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് എനിക്ക് ചെയ്യേണ്ടതാണ്, എനിക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത്ര മാർക്കൊക്കെ വെറുതെ മാർക്ക് തരാൻ കഴിയില്ലല്ലോ. വേണ്ടേ? ക്ലാസ്സിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും തമ്മിലൊക്കെ വ്യത്യാസം വേണം. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന സംഭവങ്ങൾ ശരിയാം വിധം ചെയ്തില്ലെങ്കിൽ ആ 20 മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത് നല്ലപോലെ ചെയ്യുകയാണോ 20 തന്നെ ഞാൻ തരും ചെയ്യും. സി മാർക്ക് 20 തന്നെ ചെയ്യും തരും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം 2 ഹോംവർക്കേ തന്നിരുന്നു. ഒന്ന് ഡിജിറ്റിനെ വേർഡ്സ് ആക്കുന്നതും, 2 മന്ത് നമ്പറിൽ നിന്ന് മാസത്തിന്റെ പേര് കണ്ടുപിടിക്കുന്നതും. അപ്പൊ അതിൽ ആ പ്രോഗ്രാമാണ് ഇവിടെ വേറൊരു വിധത്തിൽ ചെയ്യാൻ പോണത്. ഇനി കേസ് 2 2 ആണെങ്കിൽ എന്ത് ചെയ്യണം?
ഇവിടെ നമുക്ക് അടുത്ത കമാൻഡ് കൊടുക്കാം, സി ഔട്ട് ഡബിൾ ലെസ് ദാൻ മൺഡേ. ഓക്കെ, ഞാൻ എളുപ്പത്തിന് ഇതിന്റെ കോപ്പി ചെയ്യണം കേട്ടോ, ഫുള്ള് ടൈപ്പ് ചെയ്ത് സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോപ്പി ചെയ്യണം. 3, 4, 5, 6, 7 7 വരെ വാല്യൂസ് ആണല്ലോ. നമുക്കിവിടെ വാല്യൂ ഇത് 3 ആക്കി, ഇവിടെ നമ്മളത് ട്യൂസ്ഡേ എന്നാക്കി, ഇത് 4, ഇവിടെ നമ്മൾ വെനസ്ഡേ എന്നാക്കി, ഇവിടെ അടുത്ത വാല്യൂ കൊടുക്കുക 5 വരുമ്പോ തേഴ്സ്ഡേ. കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതി സ്വീകരിക്കട്ടോ, ഒരെണ്ണം കൊടുത്തിട്ട് അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എഡിറ്റ് ചെയ്തെടുക്കാം. ഫ്രൈഡേ 7 കൊടുത്തിട്ട് ഇവിടെ സാറ്റർഡേ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നമുക്ക് ആഡ് ചെയ്യാം, ഡിഫോൾട്ട് കോളൻ. ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വാല്യൂ ഒന്നും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. സി ഔട്ട് ഡബിൾ ലെസ് ദാൻ എറർ. ഓക്കെ, ക്ലോസിംഗ് ബ്രേസ്. ഇതാണ് സ്വിച്ച് കമാൻഡ്. ഓക്കെ, ഈ ഡി എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ 1 ആണെങ്കിൽ നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും, ഈ പറയുന്ന കാര്യം ചെയ്യും. ഇതിന്റെ വാല്യൂ 5 ആണെങ്കിൽ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും, ഇതിവിടെ പറയുന്ന കാര്യം ചെയ്യും. ഓക്കെ, ഇനി 7 ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്തിട്ട് ഇവിടെ പറയുന്ന കാര്യം ചെയ്യും. ഈ 1 to 7 അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും, ഇവിടെ പറയുന്ന കാര്യം ചെയ്യും. ഇതാണ് സ്വിച്ചിന്റെ വർക്കിംഗ്. നമുക്ക് ഇതിനൊരു പ്രോഗ്രാം ആക്കി കൊണ്ടുവരാം. ഞാൻ ഇതിനോട് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഡി എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻപുട്ട് കൊടുക്കണം, എന്നാലേ പ്രോഗ്രാം കംപ്ലീറ്റ് ആവുള്ളൂ. ജീനിയിൽ കൊണ്ടുവന്നു, ഇവിടുന്ന് ഇതൊക്കെ കളയാൻ പോവാണ്, എന്റർ ഡി INT ഡി ആക്കാൻ പോവാണ്. ദെൻ എന്റർ ഡേ നമ്പർ എൻ്റർ ചെയ്യാൻ പറയാം. അതിന് ഡി എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. ഇതൊക്കെ കട്ട് ചെയ്തെന്ന് വേറെ പ്രോഗ്രാമിന്റെ ഭാഗമാണ്, അവിടുന്ന് കോപ്പി ചെയ്ത സാധനങ്ങൾ നമുക്ക് എടുത്തിടാം. ഓക്കെ, സ്വിച്ച് കമാൻഡ് നമുക്ക് എടുത്തിടാം. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണം, പ്രോഗ്രാമിനെ സേവ് ചെയ്യണം, കമ്പൈൽ ചെയ്യണം, എറർ കൊടുത്തു, ബിൽഡ് ചെയ്യണം. അതാ എറർ കൊടുത്തു, ഡിഫോൾട്ട്. കണ്ടില്ലേ, ഡിഫോൾട്ടിൽ എറർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ കേസും കൊടുത്തിട്ടുണ്ട്, 1 to 7 കേസും പിന്നെ എററും കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, സോ കമ്പൈൽ ചെയ്യണം, ബിൽഡ് ചെയ്യണം, എന്നിട്ട് പിന്നെ എക്സിക്യൂട്ട് ചെയ്യണം. നമുക്ക് ആദ്യം 1 to 7 ഇല്ലാത്തൊരു നമ്പർ കൊടുത്തു നോക്കാം. 15 കൊടുത്തു, കറക്റ്റ് ആൻസർ ആണ് എറർ. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ആദ്യത്തെ നമ്പർ കൊടുത്തു നോക്കാം, 1 കൊടുത്തു നോക്കാം. എന്താ ആൻസർ വരേണ്ടത്? 1 കൊടുത്ത് എന്താ വരേണ്ടത്? സൺഡേ ആണ് വരേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. എന്തുണ്ടായി, എന്താ ഔട്ട്പുട്ട് നിങ്ങൾ കാണുന്നത്? സൺഡേ മാത്രമാണോ? മൊത്തത്തിൽ വന്നു. സൺഡേ വന്നു, മൺഡേ വന്നു, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, എറർ. അത്രയും വന്നു. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം, വഴി ഉണ്ടാക്കാം. വീണ്ടും ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. ഞാൻ അടുത്ത വാല്യൂ 7 കൊടുക്കണം കേട്ടോ. 7 കൊടുത്താൽ ശരിക്കും എന്താ വരേണ്ടത്? സാറ്റർഡേ. എന്താ ഔട്ട്പുട്ട് വന്നു നോക്കൂ, സാറ്റർഡേ മാത്രമാണോ വന്നത്? എററും വന്നു. ഓക്കെ, ഇനി അടുത്ത എന്റെ ചോദ്യം ഇതാണ്, ഞാൻ 5 കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരാൻ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഈ കോളത്തിലാണെങ്കിൽ, ഒരു മിനിറ്റ്, ഇവിടെ 5 എന്ന് പറഞ്ഞാൽ ശരിക്കും തേഴ്സ്ഡേ ആണ് വരേണ്ടത് അല്ലേ? ഞാൻ ഇവിടെ 5 കൊടുക്കുകയാണെങ്കിൽ എന്താ ഔട്ട്പുട്ട് വരാമെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റും? തേഴ്സ്ഡേ എറർ. വേറെ എന്തെങ്കിലും അഭിപ്രായം? തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, എറർ അല്ലെ? ഒരാൾ അങ്ങനെ പറയണത്. പിന്നെ വേറെ അഭിപ്രായങ്ങളുണ്ടോ? ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, എറർ. മിസ്ബ കമന്റ് ചെയ്തിട്ടുണ്ട് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, എറർ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അതാണ് കറക്റ്റ് അല്ലെ? തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, എറർ. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സ്വിച്ച് കമാൻഡിന്റെ വർക്കിംഗ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ഇത്രയും കണ്ടതിൽ നിന്ന്, ഇത്രയും എക്സാമ്പിൾസ് കണ്ടതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്?
അതായത് ആ സംഖ്യ കൊടുത്തു കഴിഞ്ഞിട്ട് സ്വിച്ചിന് ഡിയുടെ വാല്യൂ 1 കൊടുത്തപ്പോ ഇവിടെ മുതൽ യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ചയുള്ളതാണ് വരുന്നത്. പറഞ്ഞോളൂ. അതിന്റെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? ഇപ്പൊ നമ്മൾ 1 കൊടുത്തെങ്കിൽ ഈ സൺഡേ മുതൽക്ക് അങ്ങോട്ട് എല്ലാം വന്നു. 7 കൊടുത്തപ്പോ സാറ്റർഡേയും വന്നു, എററും വന്നു. 5 കൊടുത്തപ്പോ എന്തുണ്ടായി? തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, എറർ. എവിടെ നിന്നാണോ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽക്ക് ആ സ്വിച്ചിന്റെ അവസാനം വരെയാണ്ട് വരികയാണ്. അതാണ് ഇപ്പൊ ഇതിൽ കണ്ട ഒരു പ്രത്യേകത അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? എവിടെ നിന്നാണോ എക്സിക്യൂഷൻ തുടങ്ങുന്നത് അവിടെ മുതൽ എൻഡ് വരെ. ഇപ്പൊ ഡി എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ നമ്മൾ 3 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നേരെ ഇങ്ങോട്ടാ ജമ്പ് ചെയ്യാം. ഇവിടുന്ന് നേരെ ഡിന്റെ സ്വിച്ച് ഡി എന്ന് പറയുമ്പോൾ അവിടുന്ന് ഡിയുടെ വാല്യൂ 3 ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യാം. ഇവിടെ സംഭവിക്കാം അവിടെ അങ്ങോട്ട് താഴത്തേക്കുള്ള വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഇയർ. നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ ഇതാ ഔട്ട്പുട്ട് ഇൻപുട്ട് ഞാൻ 3 കൊടുത്തു നോക്കാണ്. കണ്ടോ? ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഇയർ ഇങ്ങനെ വന്നത്. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യും? അതായത് ഇവിടെ സംഭവിക്കേണ്ടത് ഈ സൺഡേ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. സൺഡേ എക്സിക്യൂട്ട് ചെയ്ത ബാക്കി സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനൊരു കമാൻഡ് വേറെ യൂസ് ചെയ്യണം. സ്വിച്ചിനകത്ത് സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ സ്വിച്ചിനകത്ത് കൂടി യൂസ് ചെയ്യണം. ദ കമാൻഡ് അതന്നെ, ദ കമാൻഡ് ഈസ് ബ്രേക്ക്. ഓക്കെ, ദ കമാൻഡ് ഈസ് ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കണം. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ? ഇവിടെ നേരെ ഇവിടുന്ന് സിസ്റ്റം ഇങ്ങോട്ട് ജമ്പ് ചെയ്യും ഇവിടെ. അപ്പോൾ ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. സോ ഓൾവേസ് ഡു നോട്ട് ഫോർഗെറ്റ് ടു യൂസ് എ ബ്രേക്ക് കമാൻഡ് അറ്റ് ദ എൻഡ്. ഓരോ കേസ് എൻഡില് ഒരു ബ്രേക്ക് യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, എല്ലായിടത്തും ടൈപ്പ് ചെയ്ത സമയം കളയുന്നില്ല. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ആഡ് ചെയ്യാണ്. ഇവിടെ ബ്രേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോൾട്ടിന് ശേഷം എന്തുകൊണ്ടാണ് ആഡ് ചെയ്യേണ്ട ആവശ്യം പറയുന്നത്? അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വേണ്ടെന്ന് പറയാൻ അവിടെ അവസാനിക്കാണ്. ഓൾറെഡി അവസാനിച്ചില്ല. ബ്രേക്ക് ഓൾറെഡി അവസാനിച്ചത്. നമുക്കിനി ഈ പ്രോഗ്രാമിൽ ഒന്നും കൂടി സേവ് ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കാം. എൻ നമ്പർ 5 ഇപ്പൊ കറക്റ്റായി അല്ലേ? ഇപ്പൊ കറക്റ്റ് അല്ലേ? മാത്രം ഒരിക്കൽ കൂടി ചെയ്തു. കൊടുക്കുന്നത് 1 റൈറ്റ്. എപ്പോഴും ഇവിടെ ഒരു ബ്രേക്കും കൂടി ആഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഓരോ എൻഡിലൊരു ഇതും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ആ കമാൻഡ് കറക്റ്റ് ആവുള്ളൂ. ഇവിടെ വേണോ? ഡിഫോൾട്ടിന് ശേഷം ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ ആ ബ്രേക്കിന് നമുക്ക് കൊണ്ടുവരണം. സ്വിച്ച് കമാൻഡിൽ ഇവിടെ ബ്രേക്ക് വേണം, ഡിഫോൾട്ടിന് വേണ്ട. പിന്നെ C++ന്റെ പ്രത്യേകതയാണ് ഒരു വരിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ കമാൻഡിൽ കൊടുട്ടോ. ഒരു വരിയിൽ തന്നെ ഒന്നിനും തെറ്റൊന്നുമില്ല. ഇത് അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ യാതൊരു തെറ്റില്ല. സൺഡേ അടുത്ത വരിയിൽ ബ്രേക്ക്. അങ്ങനെ ആകുമ്പോൾ വരികളുടെ എണ്ണം ഒരുപാട് അങ്ങോട്ട് കൂടും. എഴുതുമ്പോഴാണെങ്കിൽ വേറെ ഒരു പ്രൊജക്ട് എഴുതാണെങ്കിലും ഒരു അസൈൻമെന്റ് എഴുതാണെങ്കിലും ഒക്കെ ഒരുപാട് വരികളുടെ എണ്ണം കൂടും. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഹാവ് മൾട്ടിപ്പിൾ കമാൻഡ്സ്. ഒറ്റ വരിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ കമാൻഡുകൾ കൊടുക്കാം. അതിന് C++ന് യാതൊരു തരത്തിലുള്ള പിന്നെ ലിമിറ്റേഷൻസ് ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ഇവിടെ തന്നെ കൊടുത്തത്. താഴെ ആക്കിയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. സോ ഇനി അവിടെ നമ്മുടെ നോട്ടിൽ ഒരു കമാൻഡ് കൂടി പറയണം. ആ ബ്രേക്കിന്റെ പർപ്പസ് കൂടി പറയണം. ബ്രേക്ക് ഈസ് യൂസ്ഡ് ടു ജംപ് ഔട്ട്സൈഡ് switch structure when a selected case is executed.
നമ്മൾ തിരഞ്ഞെടുത്ത ഒരു കേസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ ബ്രേക്ക് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു ചെറിയൊരു പ്രോഗ്രാമും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ദിവസത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട വേറൊരു പിന്നെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ഒരേ കാര്യം ആവർത്തിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡുകളാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. ഞാൻ തുടക്കത്തിൽ വെച്ചെന്നുള്ളൂ. തുടക്കത്തിലെ ക്ലാസ് സ്റ്റാർട്ടിംഗ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത്. തുടക്കത്തിലെ കാര്യങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. കുറച്ച് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാവും. തുടക്കം മുതൽക്കേ ഉണ്ടാവണം നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ വെദർ എ ഗിവൺ ക്യാരക്ടർ ഈസ് വവൽ ഓർ നോട്ട്. ഒരു ഇംഗ്ലീഷ് ക്യാരക്ടർ ഇൻപുട്ട് ചെയ്തിട്ട് അത് വവൽ ആണോ അല്ലേ എന്ന് പറയും. വവൽസ് ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ? ഏതൊക്കെയാണ് വവൽസ്? A-E-I-O-U. റൈറ്റ്, A-E-I-O-U. നമ്മൾ ഇംഗ്ലീഷിന്റെ ക്യാരക്ടർ ഭാഷയിൽ പറഞ്ഞാല് A-E-I-O-U. നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ A-E-I-O-U എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ലോവർ കേസും ഉണ്ട്, A-E-I-O-U എന്ന് പറയുന്ന അപ്പർ കേസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടർ ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ അത് പിന്നെ ഒരു വവൽ ആണെന്നും അല്ല എങ്കിൽ നോട്ട് എ വവൽ എന്ന് നമുക്ക് പറയാം. ഇതിനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ആ പ്രോഗ്രാം നേരെ ജിനി തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിന് നമ്മൾ ഇതൊക്കെ കളയാൻ പോകട്ടോ. ഇവിടെ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ കളയാൻ പോകുന്നതൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ നമ്മൾ എടുത്ത് കളയാണ്. അതൊക്കെ കളഞ്ഞു. ഇനി നമ്മൾ കമാൻഡിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ആണ്. സോ ക്യാരക്ടർ CH ഒരു വേരിയബിൾ ഉണ്ടാക്കി. CR ഡബിൾ ലെസ് ദാൻ എൻ്റർ എ ക്യാരക്ടർ ടു ടെസ്റ്റ്. ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറയാം. അതിനെ നമുക്ക് CH എന്ന് പറയുന്ന വേരിയബിളിൽ കൊണ്ടുവരാം. സ്വിച്ച് CH സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഇതെന്താ സ്വിച്ച് നീലാവേ? അല്ലേ? ഇവിടെ എന്താ സംഭവിച്ച്? സ്വിച്ച് നീലായില്ലല്ലോ. എന്താ ലുമിനോ? സ്പേസ് കൊടുക്കാത്തോണ്ടാണോ? അല്ല, സ്വിച്ചിൽ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ? സ്വിച്ച് എന്ന് പറഞ്ഞ കമാൻഡ് അതിന്റെ ഒപ്പം CH ഉണ്ട്. അതുകൊണ്ടല്ല, സ്വിച്ചിന്റെ ശേഷം ബ്രാക്കറ്റിലെ വേരിയബിൾ വരണല്ലോ. റൈറ്റ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കമാൻഡ്. കണ്ടോ, ഈ കമാൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ നമ്മളിത് ഇവിടെ I ആണ്, അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയി. ഓക്കെ, കേസ് അതവിടെ പിന്നെ അർഷദ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞില്ലെങ്കിലും പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നുള്ള കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ വാല്യൂസ് ആണ് നോക്കാം. കേസ് A കോളൻ A ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Cout ഡബിൾ ലെസ് ദാൻ വവൽ. റൈറ്റ്, ഇനി കേസ് E കോളൻ E ആണെങ്കിലും എന്ത് വവൽ തന്നെയാണ് അല്ലെ? ഇതൊക്കെ വവലല്ലേ? A ആണെങ്കിലും E ആണെങ്കിലും I ആണെങ്കിലും O ആണെങ്കിലും U ആണെങ്കിലും ഒക്കെ വവൽ തന്നെയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ വേറെ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് ബ്രേക്കും വേണ്ടേ ശരിക്കും അല്ലെ? ബ്രേക്കും കൊടുക്കണം. ഇത് എല്ലാത്തിലും A ആണെങ്കിലും E ആണെങ്കിലും I ആണെങ്കിലും O ആണെങ്കിലും U ആണെങ്കിലും ഒരേ കാര്യമാണ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം ഇങ്ങനെ കൊടുക്കാം. കേസ് A കോളൻ, കേസ് E കോളൻ, കേസ് O കോളൻ, I കോളൻ, കേസ് O കോളൻ, കേസ് U കോളൻ. ഓക്കെ, അപ്പൊ A ആണെങ്കിലും E ആണെങ്കിലും I ആണെങ്കിലും O ആണെങ്കിലും U ആണെങ്കിലും ഈ ഒരൊറ്റ കാര്യം ചെയ്യും. ഓക്കെ, ഡിഫോൾട്ട്. ഇതല്ലെങ്കിൽ എന്താ അർത്ഥം? എയും ഇയും ഐയും ഓയും യുവും അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ വവൽ അല്ലെ? അതൊരു വവൽ അല്ല. ഇവിടെ നമുക്ക് ആ ക്യാരക്ടറും കൂടി ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാം. CH ഈസ് എ വവൽ. അങ്ങനെ ഔട്ട്പുട്ട്. ഈ വവൽ അല്ലാത്തപ്പോ നമുക്ക് എന്ത് പറയാം? ഈസ് നോട്ട് എ വവൽ
വവൽ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കൊടുക്കാം. ഓക്കെ, ഈസ് നോട്ട് എ വവൽ, വവൽ അല്ല എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ക്ലോസിംഗ് ബ്രേസ് കൊടുത്ത് അതിനെ ക്ലോസ് ചെയ്യണം. ഓക്കെ, എ ആണോ ഇ ആണോ ഐ ആണോ ഒ ആണോ യു ആണോ ഈ ഒറ്റ കാര്യം. സി ഔട്ട് ഡബിൾ ലെസ് വിട്ടുപോയിട്ടാ, സോറി, എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്കിവിടെ തോന്നുന്നുണ്ടായിരുന്നു, ശ്രദ്ധിച്ച്. സി ഔട്ട് ഡബിൾ ലെസ് താൻ വേണം. ഡബിൾ ലെസ് താൻ സി എച്ച്, ഡബിൾ ലെസ് താൻ ഈസ് എ വവൽ. ഒറ്റ കമാൻഡ് തന്നെ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ആണ്. അതിനാണ് നമ്മൾ ഔട്ട്പുട്ട് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പത്തെ പ്രോഗ്രാമിൽ നമ്മൾ ഇൻപുട്ട് കാസ്കേഡിംഗ് കണ്ടിരുന്നു. സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, എറേഴ്സ് ഇല്ല, ബിൽഡ് ചെയ്തു, എറേഴ്സ് ഇല്ല, എക്സിക്യൂട്ട് ചെയ്യാണ്. ഞാനൊരു ക്യാരക്ടർ ഇൻപുട്ട് കൊടുത്തു, ഇ കൊടുത്തു, ഇ ഈസ് എ വവൽ. ഓക്കെ, നമുക്ക് വീണ്ടും റൺ ചെയ്ത് നോക്കാം. അടുത്ത റൺ ചെയ്യുമ്പോൾ ഐ കൊടുത്തു, ഐ ഈസ് എ വവൽ. വീണ്ടും റൺ ചെയ്യാം. അടുത്ത് വവൽ ഇല്ലാത്തൊരു അക്ഷരം കൊടുക്കുകയാണ്, എക്സ് ഈസ് നോട്ട് എ വവൽ, എക്സ് ഈസ് നോട്ട് എ വവൽ. ഒരു കാര്യം കൂടി, നമ്മളൊരു എ കൊടുക്കുകയാണ് കേട്ടോ. എ കൊടുത്തു, പക്ഷെ എന്താ ആൻസർ വന്നത്? എ വവൽ അല്ലേ, പക്ഷെ എ ആക്ച്വലി വവലല്ലേ? അപ്പൊ പ്രോഗ്രാം ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലെ? എന്താ തെറ്റാനുള്ള കാരണം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതിൽ നമ്മൾ എ കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെന്താ സംഭവിച്ചത്? ഇവിടെയുള്ള എ ക്യാപിറ്റൽ ലെറ്റർ ആണ്, നമ്മൾ പ്രോഗ്രാമിൽ കൊടുത്തിരിക്കുന്നത് സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ ഈ സ്മോൾ ലെറ്റർ മാത്രം കൊടുത്താൽ പോരാ, ഇത്രയും അക്ഷരങ്ങളുടെ ക്യാപിറ്റലും കൂടി കൊടുക്കണം, അപ്പോഴേ പ്രോഗ്രാം കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ ക്യാപിറ്റലൈസ് ആക്കാൻ പോകണം. ഇവിടുന്ന് അങ്ങോട്ട് എ ഇ ഐ ഒ യു. റൈറ്റ്, സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ദിസ് ടൈം ലെറ്റ്സ് ഗീവ് എ. ശരിയായോ? പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതായ നിരവധി കാര്യങ്ങളുണ്ട്. ഓക്കെ, വളരെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുന്ന സംഭവങ്ങളും പ്രോഗ്രാമിൽ വലുതാണ്, വലിയ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ആ ക്യാപിറ്റൽ ലെറ്റർ മാത്രം, സ്മോൾ ലെറ്റർ മാത്രം കൊടുത്തിരുന്നെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യില്ല. തിരിച്ച് ക്യാപിറ്റൽ ലെറ്റർ മാത്രം കൊടുത്തിരുന്നെങ്കിൽ സ്മോൾ ലെറ്റർ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യില്ല. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ പ്രോഗ്രാമിനെ ഞാൻ ആ നോട്ടിലേക്ക് ഉൾപ്പെടുത്താം.